ഹലോ ഗൈസ്, ഇന്നപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഒരു മസാല ദോശ വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ദോശമാവ് ഇവിടെ നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങ് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാവേ. ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാവേ. സവാള ഒന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി വരട്ടിയെടുക്കാവേ. ഇനി നമ്മൾ വേവിച്ചുടച്ച് വെച്ച കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കിഴങ്ങൊക്കെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.